ഹീറോ ഹോട്ടലിനകത്ത് വന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അകത്ത് വന്ന് ഹീറോ നോക്കി ഷോക്കായിരുന്നു. അവിടെ എല്ലാം ഡെക്കേഴ്സ് ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് കൺഫ്യൂസ് ആയിരുന്നു, എന്താ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഹലോ എക്സ്ക്യൂമി എന്ന് പറഞ്ഞു. ഹാസ് എന്ന് നോക്കിയായിരുന്നു. ജേഹപ്പായിരുന്നു. നല്ല കീസ് കൈ വെച്ച് മാസ്ക് ഒന്നും ഇട്ടില്ലായിരുന്നു. ഹീറോ ഷോക്കായിരുന്നു. ആ സാർ നിങ്ങൾ എന്താ ചെയ്യുക? ജേഹോ സ്മൈൽ ചെയ്ത് വരാൻ തുടങ്ങി. എന്താ കണ്ടുപിടിച്ചില്ലേ എന്നെ എന്ന് പറഞ്ഞു. എന്താ കണ്ടുപിടിക്കുന്നില്ലെന്ന് ജേഹബിൻ്റെ കൺഫ്യൂസ് ആയി നോക്കാൻ തുടങ്ങി. ജേഹു ചെയ്തായിരുന്നു. ഇപ്പോൾ ഒരു മിനിറ്റ്, ആ വാ എൻ്റെ കൂടെ വന്ന് ജേഹു പിടിച്ചു. ഒരു ഫോട്ടോ എടുത്ത് ഹീറോയ്ക്ക് അതേ നമ്പർക്ക് അയച്ചു. ജേഹു എന്തായാലും മെസ്സേജ് വന്നാൽ നോക്കുമ്പോൾ ജേഹു ഫോട്ടോ അയച്ചത്. അതുകൊണ്ട് ഹീറോ ഷോക്കായിരുന്നു. എന്താ നിങ്ങളാണോ? അതെ ഞാൻ തന്നെയാണ്, ജേഹു പറഞ്ഞു. അപ്പോൾ ജേഹു പഴക്ക് എൻ്റെ ഫുഡ് കഴിക്കാനോ ഡിന്നർ കഴിച്ചു. അതിന് ജേഹു സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ജേഹു പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം. ആ ആ എന്താ എന്ന് കേട്ടായിരുന്നു ഹീറോയി. അപ്പോൾ കീസൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഹീറോയുടെ അടുത്ത് നീണ്ടു ചെന്ന് നമ്മൾ മാരി മീ എന്നെ പ്രൊപ്പോസ് ചെയ്ത് ഹീറോയ്ക്ക് കണ്ണു വറുത്തായി വെളിയിൽ വന്നു. ഇതുണ്ട് ഹീറോയുടെ ഫ്രണ്ട്. ഇവളെവിടൊക്കെ പോയി അവിടെ ബോഡി ഗാർഡ് പറയായിരുന്നു. അങ്ങനെ ഫ്രണ്ടിനോട് അവരൊരു ബോഡി ഗാർഡ് പറഞ്ഞിട്ട് എന്നെ അവരെ തിരിച്ച് അങ്ങനെ മെല്ലെ ഓടി വന്ന് അകത്ത് വന്ന് ഷോക്കായിരുന്നു. എന്താ പ്രപ്പോസ് നടക്കണം? പ്രപ്പോസ് ചെയ്യുന്നതാ. അവൾക്ക് മനസ്സിലായി. ശരി ഓക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ശരിയാവില്ലെന്ന് അവൾ ഓടിപ്പോയി. ഹീറോ കൺഫ്യൂസായി. എന്താ എനിക്കെന്നെ ഫസ്റ്റ് മീറ്റിൽ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അക്സെപ്റ്റ് ചെയ്തു പറഞ്ഞു. ഹീറോയി കൺഫ്യൂസായി അക്സെപ്റ്റ് ചെയ്തു. ഹീറോ ജേഹബ് ഹക്ക് ചെയ്തു, കിസ് അടിച്ച്. ഹീറോയ്ക്ക് അത് വീണ്ടും ഷോക്കായിരുന്നു. അപ്പോൾ ജേഹബ് പറഞ്ഞു, എനിക്കിപ്പോൾ ഇങ്ങനെ ട്രിപ്പ് പോരുന്നുണ്ട്, ബിസിനസ് ട്രിപ്പ് പോകുന്നുണ്ട്. ബിസിനസ് ട്രിപ്പ് പോയിട്ടാണ് പിന്നെ ഞാൻ കണ്ടിട്ടാണ് എന്നെ എൻഗേജ്മെൻറ്റ് പറഞ്ഞാൽ നമുക്ക് മാരേജ് ചെയ്താൽ നെക്സ്റ്റ് മാരേജ് ചെയ്യാം എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ നമുക്ക് ഒരു എൻഗേജ്മെൻ്റ് ആയി. അത് മാത്രമല്ല ഞാൻ പോവാണ്, അതുകൊണ്ട് കണ്ടിട്ട് മീറ്റ് ചെയ്യണം. അത് മാത്രമല്ല ഇതെൻ്റെ സീക്രട്ട് നമ്പർ, കണ്ടിട്ട് നീ കോൾ ചെയ്യണം, മനസ്സിലായോ? അത് നിൻ്റെ സീക്രട്ട് നമ്പർ എനിക്ക് തന്നപ്പോൾ അന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയുടെ സീക്രട്ട് നമ്പർ അതെ ഇപ്പോൾ ഹീറോ കൊറിയൻ നമ്പറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ നമ്പർ കൊടുത്താണ് ജേഹു സ്മെൽ ചെയ്ത്. അങ്ങനെ അവിടുന്ന് ജേഹു അവിടുന്ന് പോയി. ഹീറോയ്ക്ക് കൺഫ്യൂസ് ആയിട്ടായിരുന്നു. ഫ്രണ്ട് വരെ കുളിക്കാറുണ്ട്. എന്ത് പറ്റിയടി? ഇല്ലതിയാ എനിക്ക് ജേഹു പ്രപ്പോസ് ചെയ്തു. അതെനിക്കറിയൂ. അതെങ്ങനെ അറിയൂ? ഞാനകത്ത് വന്നായിരുന്നു, നടന്ന കാര്യം പറഞ്ഞു. ഹീറോയി കൺഫ്യൂസിൽ പറയാൻ തുടങ്ങിയായിരുന്നു. അത് ഹീറോയി ഇന്ത്യയൊക്കെ വന്ന് ഹീറോയി അവിടെ ബിസിനസ്സില്ല. അവിടെ ഒരു ഗോൾ ഉണ്ടായിരുന്നു. അത് ഹീറോയ്ക്ക് അവൾക്ക് ഭയങ്കര ആവില്ലായിരുന്നു. അവൾക്ക് ഹീറോയ്ക്ക് ആരെ ഇഷ്ടപ്പെടുന്നു അവരെ ഇഷ്ടമാണ്. അവൾക്ക് ജേഹുമാരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജേഹുപ്പിനെ പ്ലാൻ ചെയ്തായിരുന്നു. അങ്ങനെ ജേഹൂഫ് ഒരു ഫോട്ടോ അയച്ചിട്ട് ഒരുമാതിരി അവൾക്ക് ഹീറോയിന് വരിപ്പെത്താ. ഹീറോയ്ക്ക് ഒരുമാതിരി സൈക്കോമാറി ഹീറോയി പ്ലാൻ ചെയ്താണ്. നൈറ്റ് ഇവിടെ കൈനേക്കാളും വിളിക്കുക ഒരു സൈക്കോമാറി ഹീറോയി മാറി. അങ്ങനെ നൈറ്റ് മാസ്ക് ഇട്ടായിരുന്നു. അവളവിടെ പുറത്തിരുന്നിട്ട് ഫ്രണ്ട്സ് കൂടെ പാർട്ടി ചെയ്തായിരുന്നു. അങ്ങനെയായിട്ട് പ്ലേസിൽ ക്യാമറ കട്ട് ചെയ്തായിരുന്നു. ഹീറോയ്ക്ക് ഹാക്കിംഗ് പറഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അജയ് കട്ട് ചെയ്തു. ശരിടി നീ പോയിട്ട് വാ എന്ന് പറഞ്ഞു. അജയ്ക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നു. അജയ്ക്ക് പുറകിൽ നടന്നായിരുന്നു. അജയ് കാണാൻ നല്ല സുന്ദരനാണ്. അതുകൊണ്ട് അജയ്ക്ക് നല്ല പുറകിൽ നടന്നാൽ അജയ്ക്ക് ആക്സസ് ചെയ്തില്ല. അതുകൊണ്ട് അവൾക്ക് അജയ്ക്ക് ഗേൾ ഫ്രണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അവൾ ഇങ്ങനെ പുറകിൽ നടക്കില്ലായിരുന്നു. അങ്ങനെ കൊണ്ട് ഹീറോയി പ്ലാൻ ചെയ്ത് മതി അവളെ കൈയും കാല് പൊളിച്ച് അവളെ ആരെന്ന് അറിയാതെ മതി ഹീറോയി മാറ്റി. അജയ്ത്ത് പറയാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞു. അവളെ ഇനി ജേഹു എന്ന് പറയില്ല, അവളൊക്കെ ഞാൻ കൈ കാലിൽ പൊളിച്ച് വെച്ചെന്ന് ഹീറോയി ചിരിച്ചിട്ട് പറയായിരുന്നു. ഹീറോ രണ്ട് ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഹീറോയി പറയുന്നു, അജയ്ത്തിൻ്റെ ഗേൾ ഫ്രണ്ട് മേഘന വന്ന് പറയുന്നത്. അജയ്ത്ത് എന്ത് മേഘ? എല്ലാ അജയ്ത്ത് വീട്ടുകാരൻ. ഞാനായിട്ട് അജയ്ത്തിനോട് എൻ്റെ വീട്ടിൽ എനിക്ക് മാരേജ് ചെയ്യാൻ നോക്കുമായിരുന്നു എന്ന് അങ്ങനെ അജയ്ത്ത് കേട്ടോ ആരാരും കൂടെ ഇവൻ ഒരുമാതിരി ഹീറോയ്ക്ക് അറിഞ്ഞു. ഷോക്കായി ഹീറോയി. ഇവനല്ലേ എൻ്റെ മുമ്പ് പുറകിലിടുന്നവൻ, അവനെ കൂടെ എനിക്ക് മാരേജ് ആകാൻ പോവാം, ഇത് സെറ്റാവില്ലെന്ന് ഹീറോയിൻ അവിടെ നിന്ന് സംസാരിച്ചായിരുന്നു. അപ്പോൾ അതെ ഹീറോയിൻ അതെ മേഘന മാരേജ് കഴിക്കുമ്പോൾ ചെക്കൻ ഹീറോയിൻ്റെ കൂടെ ക്ലോസ് ആകുന്നത് അവൻ ട്രൈ ചെയ്തതെന്ന് ഹീറോയിൻ കുടിക്കുന്നതിൽ ഇതിട്ടായിരുന്നു. ഇത് മേഘന പറഞ്ഞു ഹീറോയിനോട് ഇപ്പം ശരിയാക്കാൻ പറഞ്ഞു. അവനെ പിടിച്ച് അത് കുടിപ്പിച്ച് അവനെ അടി വെച്ചിട്ട് ഒരു കോൾ വെച്ച് അവൻ്റെ ഫോട്ടോ നാറപ്പിച്ചായിരുന്നു. അതുകൊണ്ട് ആ മാരേജ് ബ്ലോക്കായി. അങ്ങനെ ഹീറോയെ ഇവർക്ക് രണ്ടുപേർക്ക് മാരേജ് ആയി. വീട്ടുകാർ സമ്മതിച്ച് മേഘനക്കും അജയ്ക്കും മാരേജ് കഴിച്ചു. ഹീറോയിൻ്റെ ഡാൻസ് മച്ച് എന്ന് പറഞ്ഞു വെച്ച്
അജയ്ത്ത് പറഞ്ഞതിന് കുറേ ഡേയ്സ് കഴിഞ്ഞായിരുന്നു ഹീറോയും കൂടി ജോലി അവർ സന്തോഷത്തിലുണ്ടായിരുന്നു. അങ്ങനെയിട്ട് ഡേയ്സ് പോകാൻ തുടങ്ങി. അജയ്ത്തും ഹീറോയിനും ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പോൾ ജയഹുപ്പ് വന്നായിരുന്നു. ജയഹുപ്പ് നോക്കും, ജയഹുക്ക് ടെൻഷനായി. എന്താണ് എൻ്റെ വൈഫിനെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞ് ജയഹുപ്പ് ജയഹു വന്ന് നോക്കും, എൻ്റെ വൈഫ് കൂടെ എന്താ ഇവൻ ചെയ്യുന്നതെന്ന് ജയഹുക്ക് ടെൻഷൻ വഴക്ക് പറയാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് കൺഫ്യൂസ് ഏത് വോയിസ് നിറഞ്ഞൊക്കെ ഈ വോയിസ് കേട്ട പോലെയായിരുന്നു. ജയഹുപ്പാണ്. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ജയഹു മറക്കായിരുന്നു. എന്താണ് എൻ്റെ വൈഫിന് പോലെ എന്ത് ചെയ്യുക സാർ, ഇത് എൻ്റെ ഫ്രണ്ടാണ് സാർ, സാറിൻ്റെ വൈഫാണ് മുമ്പ് ഇതെൻ്റെ ഫ്രണ്ടായെന്ന് പറഞ്ഞത്, ഇതെൻ്റെ വൈഫായെന്ന് പറഞ്ഞു. ജയഹുപ്പ് മുണ്ടാതിരുന്നു. എന്താ അങ്ങനെയായിട്ട് മുണ്ടാതിരുന്നു? ഫ്രണ്ടായ അത്ര ക്ലോസ് ഒന്നും താങ്കളെ എന്ന് ജയഹുപ്പ് മുറയ്ക്കായിരുന്നു. അങ്ങനെ ജയഹൂപ്പ് വരികയായിരുന്നു. അപ്പോൾ ജയഹൂപ്പ് പറഞ്ഞു, എൻ്റെ ഫാമിലി വന്നിട്ടുണ്ട്, ഞാൻ വീട്ടിലൊക്കെ വിളിച്ചുകൊണ്ട് വരാൻ പോവാം എന്ന് ജയഹൂപ്പ് പറഞ്ഞു. നാളെ മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാണ് ജയഹൂപ്പ് അവിടെ നിന്ന് പോയി സംസാരിച്ചിട്ട്. എന്തടി കൺഗ്രസ് നെക്സ്റ്റ് നിനക്ക് മാരേജ് കൂടെ അങ്ങനെ ഒന്ന് വെരിപ്പ് എത്തണ്ടെന്ന് പറഞ്ഞു. ഹീറോ വീട്ടിൽ പറഞ്ഞു ശരി ഓക്കെ എന്ന് വീട്ടുകാരെ സമ്മതിച്ചു. അങ്ങനെ ജയഹൂപ്പിനെ അവർക്ക് ഭയങ്കര പിടിക്കും. അതുപോലത്തുള്ള നല്ല ചെക്കനാണ്, ഓക്കെ എന്ന് പറഞ്ഞ് സമ്മതിച്ചു. അങ്ങനെയായിട്ട് രണ്ടുപേർക്കും മാരേജ്. അങ്ങനെ ജയഹൂപ്പിൻ്റെ വീട്ടിൽ പറയുന്നവർ സംസാരിച്ചു, ഇങ്ങനെ വേഗം മാരേജ് അങ്ങനെ അവർ സംസാരിച്ചു. കുറച്ച് 4 ദിവസം കഴിഞ്ഞിട്ടായിട്ട് മാരേജ് വെക്കുക എന്ന് പറഞ്ഞു. ഇപ്പോൾ ഷോപ്പിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞു, ഷോപ്പിംഗ് ചെയ്യാൻ പോയിരുന്നു. അങ്ങനെ മാരേജ് ഡേ വന്നു. ഹീറോയിൻ റെഡി ആയിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്കും ജയഹൂപ്പും മാരേജ് നടന്നു. അങ്ങനെ എല്ലാം മാരേജ് നടങ്ങി ഹീറോയിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അവർ ഇങ്ങനെ പലതരത്തിലൊക്കെ എടുക്കായിരുന്നു. അപ്പോൾ ആ പെണ്ണ് വന്ന് ആ പെണ്ണുക്ക് എങ്ങനെയായ ന്യൂസ് വന്നു ജയഹൂപ്പുക്ക് ഹീറോയ്ക്ക് മാരേജ് ആയിരുന്നു. അവൾ വന്ന് കത്ത് തുടങ്ങിയായിരുന്നു. അവളെ പേര് സോഫിയ വന്ന് പറയാൻ തുടങ്ങി, എന്താ ഇവിടെ നടക്കുന്നു അങ്ങനെയായിട്ട് സോഫിയ പറയായിരുന്നു, വഴക്ക് പറയായിരുന്നു. അങ്ങനെ സോഫിയക്ക് ടെൻഷൻ, തറ പറയാന്ന് പറയായിരുന്നു. ജയഹു കേട്ടോ, എന്താ അവൾക്ക് പറ്റി? ജയഹുപ്പിനോട് നടന്ന കാര്യം പറഞ്ഞു. അവളോട് കുറേ ബോയ്സ് ഉണ്ടായിരുന്നു. അജയത്തിൻ്റെ പുറകിൽ കുറേ ബോയ്സിൻ്റെ അവർക്ക് നടന്നായിരുന്നു. അതുകൊണ്ട് ജയഹുപ്പ് എനിക്ക് നിങ്ങളെ പിടിക്കുമെന്ന് അറിഞ്ഞിട്ട് അവൾ കണ്ടുപിടിച്ചിട്ട് അവൾ മാരേജ് കഴിക്കാൻ പോകുന്നു. ജയഹുപ്പ് സ്മൃതിച്ചു എന്താ മാരേജ് കഴിക്കാമെന്ന്.